പെൺകുട്ടികളുടെ ഡ്രസ്സാണ്. അവിടെ പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് വന്നാണ് ഞാൻ. എവിടെ നമ്മളിപ്പോൾ ചെന്നാലും നമ്മൾ എന്താണ് മുസ്ലിം പെൺകുട്ടികളുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് രാവിലെ 8 മണി 9 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയാൽ സകല പെൺകുട്ടികളും പാൻറ്റും കുപ്പായിട്ട് നടക്കുകയാണ്. എങ്ങനെ സഹോദരങ്ങളെ ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളെ പെരീന്ന് എങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇറങ്ങുക? നിങ്ങൾ എന്താ ചെയ്യുക? അള്ളാന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അർറജുല യൽബിസു ലുബ്സത്തൽ മർഅതി വൽ മർഅത തൽബിസു ലുബ്സത്തർ റജുൽ. ആണിന്റെ വസ്ത്രം ധരിച്ച പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും, അല്ലെ, ആണിന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിച്ച ആണിനെയും അള്ളാന്റെ റസൂൽ ശപിച്ചിട്ടുണ്ടെന്നാണ്. എന്നിട്ട് നോക്കി, ആ പാൻറ് ഇട്ടുകൊണ്ട് ഒരു കുപ്പായി ഒരു പാൻറ് ഇട്ട് അതെങ്ങനെ നല്ല മഫ്തട്ടുണ്ടാവും, നല്ല പർദ്ദീക്കിടുന്ന നല്ല മഫ്തട്ടുണ്ടാവും. പക്ഷേ താഴത്ത് പാൻറ്റും കുപ്പായി ആയിക്കാരം. അതെന്ത് ദീനാ സഹോദരങ്ങളെ? ആ തലമറച്ചത് എന്തുകൊണ്ടാണ്? യാ യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അല്ലേ, അവരുടെ എന്താണ് മൂടുപടങ്ങൾ ഇങ്ങനെ മാറിലൂടെ താഴ്ന്നു കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ മഫ്ത അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കണം. ആ മക്കനെ താഴേക്ക് മാറിലൂടെ തൂങ്ങിക്കിടക്കണം. അല്ലേ, അങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ താഴ്ത്ത് പാൻറ്റും ട്രൗസർ പാൻറ്റും ഷർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി, പല സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ യൂണിഫോം അതാണ്. മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ അതാണ് യൂണിഫോം. എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കഫ. നിയമത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുറത്തേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. സൂറത്തിന്റെ പേരൻ എന്താ നിങ്ങൾ? പ്രകാശം എന്നാണ്, നൂറിനാണ്. സൂറത്തുൻ നൂറിലെ പഠിപ്പിച്ചത്. അല്ലേ, ആണുങ്ങളോട് പറഞ്ഞില്ലേ എന്ത്? നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തണം. എന്താണ്? കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സ്വാരിഹിം. നിങ്ങളുടെ കാഴ്ചകളെ താഴ്ത്തണം. എന്താ സഹോദരങ്ങൾ, എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യമാണ്, സ്ത്രീ നഗ്നതയാണ് കാണിക്കുന്നത്. അല്ലേ, പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. സൂറത്തുന്നൂറിൽ 2 കൽപ്പനയുള്ളത്. ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട 2 കൽപ്പനയാണ് സൂറത്തുന്നൂറിലുള്ളത്. ഒന്നെന്താ അറിയോ? ആണുങ്ങളോട് നോക്കരുത്, ദൃഷ്ടി താഴ്ത്തണം. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മളെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ വരുന്ന എന്താണ്? ഈ തോന്നിയവാസത്തിന്റെ അശ്ലീല ചിത്രങ്ങളായ, അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഹെഡിങ് ആണ് ആളുകൾ കൊടുക്കുന്നത്. വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പം അശ്ലീല ചുവയുള്ള ക്യാപ്ഷനാണ്. എന്നാലേ ആൾക്കാർ നോക്കുള്ളൂ, എന്നാലേ ആൾക്കാരൊന്ന് തുറന്നു നോക്കുള്ളൂ. എന്താ പയ്യിലൊന്ന് കാണല്ല. എന്നാലേ ഒരു മടിയില്ല ആൾക്കാർക്ക്. സഹോദരങ്ങളെ, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. പെണ്ണിനോട് എന്താ പറഞ്ഞത്? പെണ്ണിനോട് പ്രദർശിപ്പിക്കരുത്, കാണിച്ചു കൊടുക്കരുത് എന്നാണ്. വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ. ഇന്ന് നിങ്ങൾ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഏതാ? കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. പെൺകുട്ടികൾ മുഴുവൻ മുടി ചോപ്പിച്ച് നടക്കാണ്. ചോപ്പിക്കണീന് നമ്മളെതിരല്ല. നിങ്ങൾ ഔദൂൻ്റെ വെള്ളം തട്ട് നിങ്ങൾ ചോപ്പിച്ചോളി. പക്ഷേ ആ ചോന്ന മുടി അത് ആർക്കേ കാണാൻ പാടുള്ളൂ? ഭർത്താവിനെ കാണാൻ പാടുള്ളൂ. അതാണ് പ്രശ്നം. ആരെ കാണിച്ചു കൊടുക്കാനാണ് ചോപ്പിച്ചത് സഹോദരങ്ങളെ? ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ചോപ്പിച്ചോളി, ഒരു പ്രശ്നമില്ല. അതിന് കൂലിട്ടും. പക്ഷേ ഈ ചോപ്പിക്കൽ ആർക്ക് വേണ്ടിയാണ്? ഈ നിറം കൊടുക്കൽ ആർക്ക് വേണ്ടിയാണ്? അല്ലേ, ലിപ്സ്റ്റിക് ഇട്ടൊക്കെയാണ്. ലിപ്സ്റ്റിക് ഇടാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ സാധ്യമല്ല ഇപ്പോൾ. സഹോദരങ്ങളെ, ഇടുന്നതിന് കുഴപ്പമില്ല, ആർക്കും വേണ്ടിയാണ് ഇടുന്നതെന്നാണ്. ഭർത്താവിന് വേണ്ടിയാണോ? കൂലി ഉണ്ടാവും. പക്ഷേ അതല്ല, അന്യപുരുഷന്മാർ കാണാൻ വേണ്ടിയിട്ടാണോ സഹോദരങ്ങളെ? സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടൂല എന്നാണ്. കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം സ്വർഗത്തിൻ്റെ മണം വീശിയടിക്കുന്നതാണ്. അതുപോലും കിട്ടൂല എന്ന് പറയുമ്പം, അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പറയുമ്പം, അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര സഹോദരങ്ങളെ? ശപിച്ചു എന്ന് ആരെ പറ്റിയാ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നമ്മൾ പറഞ്ഞത്. ആ ശാപം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക, റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞത്? ഇതൊന്നും മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യമാണ്. മലയാളത്തിൽ കുത്തുപരണ മാരിയല്ല ഇതൊന്നും. ഇത് മദ്ഹബുകളിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന്, മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെ പുറത്തിറങ്ങേണ്ടതെന്ന്. എന്നിട്ട് എന്താണ് സഹോദരങ്ങളെ ഇവിടുത്തെ പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത്? വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇത് നിങ്ങൾ കേൾക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തീരുമാനിക്കണം, എൻ്റെ വീട്ടിലെ പെൺകുട്ടി അങ്ങനെ പുറത്തിറങ്ങൂല എന്നുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്, പടച്ചോൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ ശാപമാണ്.
റസൂലിൻ്റെ ശാപമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദുരന്തം വേറെന്താ ഉള്ളത്?